പിള്ളേരെ എനിക്ക് UN പറ്റി കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. യുണൈറ്റഡ് നേഷൻ, ഐക്യരാഷ്ട്രസഭ, ഇതൊക്കെ ചെറുത് പറഞ്ഞു കോഴോടെ. ലോകസമാധാനം, സാമ്പത്തിക വികസനം, സാമൂഹിക സമത്വം എന്നിവയാണ് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണത്തിലൂടെ ഐക്യരാഷ്ട്രസഭ ലക്ഷ്യമാക്കുന്നത്. മതി 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 എന്റെ പൊന്നെ, സിമ്പിളായിട്ട് പറഞ്ഞു തന്നാൽ മാത്രം മതി, അല്ലേ ഞാൻ പോണു. നീ നിക്കടാ, ഒന്നും പറഞ്ഞില്ല, നീ അങ്ങോട്ട് ഇരി. 1945 ഒക്ടോബർ 24 UN നിലവിൽ വന്നത്. ഈ ഒക്ടോബറിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഓർക്കുന്നു. ഒരു ഒക്ടോബർ 20, 1947 പതാക നിലവിൽ വരുന്നു. പതാകയുടെ നിറം ഇളനീല. ഒക്ടോബർ 30 ഇന്ത്യ UN 29 രാജ്യമായി അംഗമാവുന്നത്. 1945 UN അതിന്റെ പതാക ആദ്യമായി താത്തി കെട്ടിയത് ആരുടെ മരണത്തെ തുടർന്നാണ്? ഗാന്ധിജി. 8 മണിക്കൂർ UN പ്രസംഗിച്ച് റെക്കോർഡിട്ട മലയാളി ആരാണ്? കൃഷ്ണ VK കൃഷ്ണമേനോൻ, UN ജനറൽ അസംബ്ലിയുടെ ആദ്യത്തെ ഇന്ത്യക്കാരിയായ പ്രസിഡന്റ്. വിജയലക്ഷ്മി പണ്ഡിറ്റ്, ഐക്യരാഷ്ട്രസഭയുടെ പബ്ലിക് ഇൻഫർമേഷൻ മേധാവിയായ കേരളീയനാരി. ശശി തരൂർ, അദ്ദേഹം UN മത്സരിച്ചു വരുന്നില്ല. UN സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിച്ച് പരാജയപ്പെട്ട ഇന്ത്യക്കാരൻ. UN രജത ജൂബിലി ആഘോഷ ചടങ്ങിൽ പാടാൻ അവസരം ലഭിച്ച ഇന്ത്യൻ സംഗീതജ്ഞ ആരാണെന്നറിയാമോ? MS സുബ്ബലക്ഷ്മി അല്ലയോ? ഐക്യരാഷ്ട്രസഭയുടെ ഘടകങ്ങൾ ഏതൊക്കെ? പൊതുസഭ, സുരക്ഷാ സമിതി, സാമ്പത്തിക സാമൂഹിക സമിതി, പരിരക്ഷണ സമിതി, സെക്രട്ടേറിയറ്റ്, പിന്നെ ഒന്നുമുണ്ടല്ലോ, രാജ്യാന്തര നീതിന്യായ കോടതി. അങ്ങനെ ഒരു 6 ഘടകങ്ങൾ. ആര് പറഞ്ഞപ്പോഴാണ് ആലോചിച്ചത്, ഐക്യരാജ്യസഭയ്ക്ക് 6 ഔദ്യോഗിക ഭാഷയുള്ളത്. ചൈനീസ്, റഷ്യൻ, സ്പാനിഷ്, അറബിക്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്. ഇതിൽ അവസാനം പറഞ്ഞ 2 ഭാഷകളാണ്. ഇംഗ്ലീഷ് ഫ്രഞ്ച് അല്ലേ? ഇതാണ് UN എന്നും ദൈനംദിന കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഭാഷകൾ. UN സുരക്ഷാ സമിതിയിൽ സ്ഥിരാംഗങ്ങൾ എങ്ങനെ ഓർക്കാൻ പറ്റും? അത് സിമ്പിളാ, 5 രാജ്യങ്ങളാണ് ഉള്ളത്. അത് ഔദ്യോഗിക ഭാഷകളിൽ നിന്ന്. ചൈനീസ് ചൈന, റഷ്യൻ റഷ്യ, സ്പാനിഷ് ബ്രിട്ടൻ, ഫ്രഞ്ച് ഫ്രാൻസ്, പിന്നുള്ളത് 2 ഇംഗ്ലീഷും അറബിക്കും. അത് USA. ഓക്കെ, എന്നാ ഇത്രയും മതി. ഉള്ളതുകൊണ്ട് കൊറോണ പോലെ.